അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവര് അവരുടെ ജീവിത സാഹചര്യങ്ങളോടായിരിക്കാം ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ലൈഫിന് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കരിയറിൽ ഒരു ഉം, എന്താണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒത്തിരി കാര്യങ്ങളോട് അവരിപ്പോൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് മെന്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലാണ് ആ വ്യക്തികൾ എന്ന് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. മേ ബി അത് ഇത്തരം സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരൻസോ മറ്റൊരു വ്യക്തിയോ ആയിരിക്കാം. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ. യെസ്, അവർക്ക് നിങ്ങളോടുള്ള കെയറിങ് കണക്ഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാത്ത അത്രയും അഗാധമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. ഈ ഒരു സമയത്ത് അത് എത്രത്തോളമാണ്, എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളെ ഒരിക്കലും ലൈഫിൽ നിന്ന് നഷ്ടമായി പോകരുത് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനോട് അവർ ഇത്രയധികം ഫൈറ്റ് ചെയ്യുന്നത്. യെസ്, ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം വളരെ പവിത്രമായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത്രയധികം സ്നേഹമാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാണ്ട് അവർ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമാകുമോ, ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നതുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്കിപ്പോൾ ഉണ്ട്. അവർ ഒരുപാട് സങ്കടത്തിലാണ്, ഒരുപാട് ഡിപ്രഷനിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് ഇപ്പോൾ അവര് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും അവര് ഈ ഒരു സാഹചര്യത്തിനോട് വളരെയധികം പൊരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനോ തയ്യാറല്ല. സാഹചര്യങ്ങളാണ് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. യെസ്, നിങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ സെൽഫോണിലായിരിക്കാം അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി ടൈമിൽ അവർ നിങ്ങളെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ കാൺട്ട് ഗിവ് യു ഫോൾസ് ഹോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു പ്രതീക്ഷ നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം, കെയർക്ക് തരാനായിട്ട് അവർക്ക് കഴിയാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊരു തെറ്റായിട്ടുള്ള പ്രതീക്ഷ തല്ലാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ വ്യക്തിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഈ ഒരു സമയത്ത് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഇപ്പോൾ അവർ ഒരുപാട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ നിങ്ങൾ മനസ്സിലാക്കുമെന്നവർ ചിന്തിക്കുന്നു. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ചേരുന്നത് എന്ന് ആ ഒരു മൊമെന്റിനെ കുറിച്ച് ആ മൊമെന്റിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്, പ്ലീസ് ഫോർഗീവ് മീ ആൻഡ് കം ബാക്ക്. ഓക്കെ, ഇപ്പോഴും അവരുടെ ഫീലിങ്സ് ഒന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരായിട്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് അവര് റെഡി അല്ല. അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക
എന്ന് അവർ നിങ്ങളോട് പറയുന്നു. യെസ്, ഐ വോണ്ട് യു ടു ബി ഹാപ്പി. എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ അവർ തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടായത്. ഓക്കെ, അവർ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ കാരണമാണ് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ മിസ് യു അഗെയിൻ. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട്. മൈ സീക്രട്ട് ലവ് ഫോർ യു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെ സീക്രട്ട് ആയിട്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ആഴമേറിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് അവരില്ലാത്ത സമയത്ത് പോലും ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാരണം അത്രമാത്രം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയുടെ ഓർമ്മകളും ചിന്തകളും ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. കുറച്ചു പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു മിസ് ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ജനുവരി മന്ത്. ലെറ്റർ സി. വിത്തിൻ അവേഴ്സ്. ഓക്കെ, കുറച്ചു പേർക്കെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും എന്ന് കാണുന്നുണ്ട്. 111. ഓക്കെ, മേ ബി ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം. നമ്പർ 1, ഏപ്രിൽ മന്ത്. ലെറ്റർ എം. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ എൽ. ഓക്കെ, ലെറ്റർ എൽ അഗെയിൻ. 2 പ്രാവശ്യം ലെറ്റർ എൽ വന്നിട്ടുണ്ട്. 37. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്പർ 6. ലെറ്റർ എസ്. ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഇൻട്രോവേർട്ട് ആണ്. മറ്റ് മറ്റു വ്യക്തികളോട് സ്വന്തം കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കാം.